നിങ്ങൾ ഇന്ന് പകൽക്കാലം രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളെനിക്ക് ആത്മനിർഭോടെ നിന്നൊരു കാര്യം വിളിച്ച് പറയാനുണ്ട്. വചനത്തിൻ്റെ അകത്ത് രക്തസ്രാവം പിടിച്ചൊരു സ്ത്രീ യേശുവിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ സൗഖ്യമായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ദൂതൻ ഇറങ്ങി വന്ന് കുളം കലക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യനെയും കാണാൻ പറ്റുന്നുണ്ട്. ഇത് രണ്ട് പദത്തിൽ നിന്ന്, ഈ രണ്ട് വാക്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ രണ്ട് അർത്ഥത്തിൽ നിന്ന് ഞാനൊരു രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് വേർതിരിച്ച് പറയാം. ഒന്നാമത്തെ കാര്യം, സൗഖ്യമാകാൻ മനസ്സ് പ്രാപിച്ചു കൊണ്ട് തന്നെ എനിക്ക് സൗഖ്യമാകണം, ഇന്നെനിക്ക് സൗഖ്യം കിട്ടണം, ഇന്നെനിക്ക് ഈ രോഗത്തിൽ നിന്ന് ഒരു മോചനം കിട്ടണമെന്ന് വാഞ്ചയോടെ, ആ ഒരു വിശ്വാസത്തോടെ എങ്ങനെയെങ്കിലും എനിക്ക് സൗഖ്യം പ്രാപിച്ചേ പറ്റത്തുള്ളെന്ന് പറഞ്ഞ് യേശുവിൻ്റെ തൊങ്ങലിൽ തൊട്ട സ്ത്രീയെ നമുക്കെല്ലാം അറിയാവുന്നതാണ് അല്ലേ. ആ തൊങ്ങലിൽ തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചതെന്ന് നമുക്കവിടെ വായിക്കുമ്പോൾ കാണാൻ പറ്റുന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാം വിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സൗഖ്യമാകണമെന്ന് വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ സൗഖ്യം പ്രാപിക്കും. അത് 100% മാറ്റമില്ലാത്ത കാര്യമാണ്. നമ്മൾ സൗഖ്യം പ്രാപിക്കുമ്പോൾ ഹല്ലേലൂയ പൂർണ്ണമായിട്ടുള്ള സൗഖ്യമാണ് പ്രാപിക്കുന്നത്. ഒരിക്കലും 50% ബാക്കിയും 50% പോയുമല്ല ദൈവം നിനക്ക് സൗഖ്യം തരുന്നത്. ദൈവം നമുക്ക് സൗഖ്യം തരുന്നത് 100%. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അസാധാരണമാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി സൗഖ്യമാക്കാൻ ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ അവൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. അങ്ങനെ വിശ്വസിക്കണം. നമുക്ക് ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം, എനിക്ക് സൗഖ്യം പ്രാപിച്ചേ പറ്റത്തുള്ളൂ, എനിക്ക് ഈ വിഷയത്തിൻ്റെ അകത്തുനിന്നൊരു മോചനം വേണമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം. അതുകൊണ്ടല്ലേ കുളകരവിൽ കിടന്ന ഒരു മനുഷ്യനോട് ദൈവം അവൻ്റെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ കാരണം എന്താ? നമുക്ക് മനസ്സുണ്ടെങ്കിലേ നമ്മൾ പൂർണ്ണമായിട്ട് സൗഖ്യമാകത്തുള്ളൂ. നമ്മൾ ഇതിനകത്തുനിന്ന് മോചനം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായുള്ള സൗഖ്യം കിട്ടത്തില്ല. ഒരു താൽക്കാലികമായ ആശ്വാസം, പെർമനൻ്റായിട്ട് ഒന്നും നമുക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല. അത് തന്നെയല്ലേ പ്രിയ ദൈവമക്കളെ ഈ നിമിഷം വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സൗഖ്യമാകാൻ മനസ്സില്ലായ്ക കൊണ്ടാണ് ഈ ഒരു പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ രോഗങ്ങൾ വിട്ടുമാറാത്തത്. എത്രയോ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിച്ചു, എത്രയോ പേരുടെ കീഴിൽ ചെന്ന് പ്രാർത്ഥിച്ചു, എന്നിട്ട് ഈ പൂർണ്ണമായുള്ള സൗഖ്യം എന്തുകൊണ്ടാണ് നടക്കാതെ? ഞാൻ പലവരെയും കണ്ടിട്ടുണ്ട്, സൗഖ്യം പ്രാപിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു വ്യക്തികളെ ഞാൻ അനേകം വ്യക്തികളെ കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ നിങ്ങൾ അങ്ങനെയല്ല ദൈവമക്കളെ ആകേണ്ടത്. ഞാൻ എൻ്റെ ഒരു സാക്ഷ്യത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ ഒരു സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ അത് സൗഖ്യം പ്രാപിച്ച തന്നെയായിട്ട് തന്നെ നടക്കണം. അത് ദൈവത്തിൻ്റെ അടുക്കൽ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളത് ആഗ്രഹിച്ചോട്ട് വേണം ചെല്ലാൻ. എനിക്ക് സൗഖ്യം വേണോപ്പാ, ഈ ഒരു വാക്കും ഈ ഒരു വിശ്വാസവും ഈ ഒരു ഉറപ്പും നിങ്ങൾക്കുണ്ടെങ്കിൽ, ഞാൻ ആത്മനിറവിൽ നിന്ന് ഈ സമയം എൻ്റെ ഈ ഒരു മെസ്സേജ് കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും ഞാൻ പറയുകയാണ്, ഓരോ വിശ്വാസികളോടും ഞാൻ പറയുകയാണ്, ഓരോ ജനത്തോടും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ ബലപ്പെടുത്തും, നിങ്ങളെ വഴി നടത്തും. ഇതിൻ്റെ എല്ലാം കാതലായ സബ്ജക്റ്റ് കിടക്കുന്നത് വിശ്വാസത്തിലാണ്. വിശ്വാസമുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്തതായിട്ട് ഈ ഭൂമിയിലില്ല. അസാധ്യമായി ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ചിറങ്ങിയവരെ സംബന്ധിച്ച് ഒന്നുമില്ല. അവർക്കെല്ലാം സാധ്യമാണ്. പക്ഷേ അവരുടെ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് ദൈവം നോക്കുന്നുണ്ട്. വിശ്വാസമാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോയിൻ്റ്. നമ്മൾ വിശ്വസിച്ച്, നമ്മളത് ആഗ്രഹിച്ച് അത് പ്രാപിക്കണം, അത് നേടിയെടുക്കണം. അതെനിക്ക് വേണം, ആ ഒരു മോചനം വേണം, ആ ഒരു ആത്മവളർച്ച എനിക്ക് വേണം, ആ ആത്മസൗഖ്യം എനിക്ക് വേണം എന്നുള്ള വിശ്വാസവും ആ ധൈര്യത്തിൻ്റെ അകത്താണ് നമുക്ക് കാര്യം കിടക്കുന്നത്. എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകുന്നു? നിങ്ങൾ ഇന്ന് പകൽക്കാലം വിശ്വസിച്ചു, ആത്മനിർഭോടെ ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെന്നോ, ദൈവം നിങ്ങൾക്ക് സൗഖ്യം തരും. ദൈവം നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് മോചനം തരും. അത് ഏത് വിഷയമായാലും, അത് രോഗമൊന്നുമില്ല, കടഭാരമൊന്നുമില്ല, പ്രതിസന്ധികളൊന്നുമില്ല, ഏത് വിഷയമായാലും നിങ്ങൾ വിശ്വസിച്ച് ദൈവസന്നിധിയിൽ എടുത്തിയല്ലേ. ആദ്യം നമ്മളെല്ലാം ചെയ്യേണ്ട ഒരു കാര്യമാണ്
ദൈവത്തിൻ്റെ മുഖത്തേക്ക് കണ്ണുകൾ ഓടിക്കുക, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസം നമ്മുടെ മനസ്സിനകത്ത് കുറിച്ചിടുക. ആ ഒരു ധൈര്യം നമ്മുടെ മനസ്സിനകത്ത് കുറിച്ചിടുക. ആ ഒരു ഉറപ്പ്, എന്നെ ദൈവം സൗഖ്യമാക്കുന്നുള്ള ഉറപ്പ് നമ്മുടെ ചിന്തകളിലാക്കി വെക്കുക. നമ്മുടെ ചിന്തകളെ നമുക്ക് വെടിയാൻ ദൈവമക്കളെ. അതിനുവേണ്ടി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, അതിനുവേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പറയുന്നു യേശുവിൻ നാമത്തിൽ.